എല്ലാ മാന്യപ്രേക്ഷകർക്കും ഫ്രാഗ്രൻസ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ആണ്. മേസൺ ഫ്രാൻസിസ് കുർക്ക് ഡിജൈൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഫ്രാൻസിസ് കുർക്ക് ഡിജൈൻ എന്ന് പറഞ്ഞൊരു ഫ്രാഗ്രൻസ് ഡിസൈനർ ക്രിയേറ്റ് ചെയ്ത ബക്കറട്ട് റൂഷ് 540 എന്ന് പറയുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. അപ്പം ഇതൊരു അത്യാവശ്യം ലോകത്ത് മുഴുവനും പ്രശസ്തമായ ഒരു ഫ്രാഗ്രൻസ് ആണ്. അപ്പം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. അത്യാവശ്യം ഒരു അല്പം ഒരു ഇച്ചിരി ഒരു കടന്ന കയ്യെ ആണ്. ഇച്ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം വില കൂടുതലുണ്ട് ഇതിന്. അപ്പം ആ ഒരു രീതിയിൽ ലക്ഷറി വരുന്നൊരു ലക്ഷൂറിയസ് ഐറ്റമാണ്. അപ്പം നമുക്കത് അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ കവറൊക്കെ ഇതുണ്ടോ, ബാക്കൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാനിത് അൺബോക്സ് ചെയ്യുവാണ്. നമ്മൾ വെളിയിലായി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ഇതാണ് കിട്ടുന്നത്. ഇതിനകത്ത് ഒരു ഇതുണ്ടത്, ഇങ്ങനെയൊരു ടാഗൊക്കെ ഉണ്ട്. ഈ ടാഗ് പതിയെ എടുത്ത് ഇവിടെ ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഈ സംഗതി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതുകൊണ്ടോ ഒരു ഡ്രോവർ പോലെ ഇങ്ങനെ തുറന്നിങ്ങി വരും. അപ്പോൾ ഇതിനകത്താണ് ഈ സാധനം ഇങ്ങനെ വെച്ചിരിക്കുന്നത്. കണ്ടോ, ബക്കറട്ട് റൂഷ് 540 ഇതിങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇത് നമുക്കിങ്ങനെ പൊക്കിയെടുക്കാം. ഇതാണ് ബോട്ടിൽ. കണ്ടോ, ഇത് പുതിയ ബാച്ചാണ്. ബാച്ച് കോഡ് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ബാച്ച് കോഡ് എവിടെയാണ് എഴുതിയിരിക്കുന്നത് അറിയത്തില്ല. ബാച്ച് കോഡ് എവിടെ എഴുതിയിരിക്കുന്നത്? അതെ, ഇവിടെയുണ്ട്. S24151 അതാണ് എൻ്റെ ബാച്ച് കോഡ് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് S24151. ഇൻ കേസ് ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതിനകത്ത് ഇതാണ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഇതിരിക്കുന്നത് കേട്ടോ, ഉള്ളിരിക്കുന്നത്. അതെ, ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കാണാൻ പറ്റാഞ്ഞ ഇതുണ്ടോ, ഈ ബ്ലാക്ക് കളറിൽ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് S24151 എന്നുള്ളത്. കണ്ടോ, അതാണ് ബാച്ച് കോഡ്. അപ്പം നമുക്കിതിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പം ഞാനൊരു ടെസ്റ്റ് സ്ട്രിപ്പ് എടുത്തിട്ട് അടിച്ചു നോക്കാം നമുക്ക്. ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ ഒരു കമൻ്റ് ഇട്ട നമ്മുടെ ഒരു പ്രേക്ഷകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ എക്സ്പീരിയൻസസും കൂടെ പറയണമെന്ന്. അപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ്. ഞാനിത് ഫ്രീക്വൻ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ല ഒക്കേഷൻസിലേക്ക് പോകുമ്പോഴുള്ളൂ. റെഗുലറായിട്ട് ഓഫീസിലോ അങ്ങനത്തെ കാര്യങ്ങളിലോ ഒന്നും ഞാനിത് യൂസ് ചെയ്യാറില്ല. അപ്പം ഇതിൻ്റെ നോട്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്കത് കാണാതെ അറിയാം. ഇതിൻ്റെ മെയിൻ നോട്ട്സ് വരുന്നത്, മെയിനിൽ വരുന്നത് സാഫ്രോണുണ്ട്, പിന്നെ ജാസ്മിനുണ്ട്, നമ്മുടെ മുല്ലപ്പൂവും കുങ്കുമപ്പൂവുമാണ് ഇതിൻ്റെ മേളിലുള്ള നോട്ടിൽ വരുന്നത്. പിന്നെ അംബർഗിരി അങ്ങനെ സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ബേസിൽ വരുന്നത് ഷുഗറാണ്. ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്വീറ്റ് ഫ്രാഗ്രൻസ് ആണ്. എക്സ്ട്രാ സ്വീറ്റാണ്. ഇതിനകത്ത് ഹിഡിയോൺ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഇതിനകത്ത് ഫ്രാൻസിസ് കുർക്ക് ഡിജൈൻ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഹിഡിയോണിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹിഡിയോൺ ഭയങ്കര ലൈറ്റ് എയറി ജാസ്മിൻ സ്മെല്ല് തരുന്നൊരു ഫ്രാഗ്രൻസാണ്. അപ്പം ഈ ലൈറ്റ് എയറി ജാസ്മിൻ സ്മെല്ലെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പം മുല്ലപ്പൂ നമുക്ക് ഒരുപാട് നേരം മണക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഫ്രഷ് മുല്ലപ്പൂ നമുക്ക് ഒരുപാട്, ഇപ്പോൾ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ ആൾക്കാർ തലയിൽ മുല്ലപ്പൂവൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് നേരം നിങ്ങൾ ആ മണം മണത്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പം അതൊരു മക്കടിക്കും ആ മണം.
പക്ഷേങ്കിൽ ഈ മണം എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് മുല്ലപ്പൂവാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മക്കടിക്കത്തില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മുല്ലപ്പൂ അത്ര പോലൊന്നും അല്ല കേട്ടോ. അങ്ങനെയൊന്നും കമ്പയർ ചെയ്യുക, അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യാൻ പാടില്ല. അപ്പോൾ അതൊരു വളരെ ലൈറ്റ് എയറി സ്മെല്ല്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രൊജക്ഷനാണ്. നമ്മുടെ കേരളത്തിൽ ഈ സിയാഷ് എന്ന് പറയും, അതായത് സെൻട്രയിൽ എന്ന് നമ്മൾ ഒരു വഴി കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ ആ വഴിയിൽ കൂടെ ഒരു 5 മിനിറ്റും കൂടെ ആ സ്മെല്ലിങ്ങനെ നിൽക്കും. അതായത് നമ്മൾ പോയ പാത്ത് ഇങ്ങനെ അടയാളപ്പെടുത്തി നിൽക്കും. അപ്പം ഈ അങ്ങനത്തെ ഒരു സെൻട്രയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കേരളത്തിൽ പറ്റുന്ന അപൂർവ പെർഫ്യൂംസിൽ ഒരെണ്ണമാണ് ഈ ബക്കറ റൂഷ് 540. ഇത് ഓട പെർഫ്യൂമാണ്. എക്സ്ട്രൈറ്റ് പെർഫ്യൂം കോൺസെൻട്രേഷനുണ്ട്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഓട പെർഫ്യൂം കോൺസെൻട്രേഷനാണ്. കാരണം അതൊരു അല്പം കൂടെ സ്വീറ്റാണ്, കുറച്ചും കൂടെ ഒരു പവർഫുള്ളുമാണ്. എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. അതിനല്പം വില കൂടുതലും കൂടെ ഉണ്ട് കേട്ടോ, അതും കൂടെ ഉണ്ട്. അപ്പം ഇത് നിങ്ങൾ വിയർ ചെയ്യുന്ന ഒക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും പ്രീഷ്യസ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ നിങ്ങൾ വിയർ ചെയ്യാവുള്ളൂ. ഇതിനെക്കുറിച്ച് 3-4 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇത് കഴിഞ്ഞിട്ട്. ഇതായത്, 1, നിങ്ങൾ അത്ര പ്രഷ്യസ് സ്ഥലത്ത് ഇത് വെയർ ചെയ്യേണ്ട കാര്യമുള്ളൂ. 2, ഒരു 4-5 സ്പ്രേസ് അത്രയും മതിയാകും ഇതിന്. ഞാനൊരു 5-6 വരെയൊക്കെ കാച്ചിയ സ്ഥലത്ത് നല്ല പ്രൊജക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം 4-5 സ്പ്രേസൊക്കെ ഇതിന് ധാരാളമാണ്. പിന്നെ നിങ്ങൾക്കൊരു 10 വരെ പോകുന്നതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് ഭയങ്കര സ്വീറ്റ് ഫ്രാഗ്രൻസാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിഡിയോൺ നമ്മുടെ നോസിൽ ഒരു അതിൻ്റെ പേര് വൊസേറ ഓർഗാനോ അങ്ങനെ കേട്ടോ, ഒരു ഓർഗാനോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൾഫാക്ടറി നെർവ് എന്ന് പറയും. അതായത് മണത്തിൻ്റെ ഒരു നെർവുണ്ട്. അതായത് നമ്മൾ ഈ മണക്കുന്ന അത് ഫസ്റ്റ് തലേന്ന് പുറത്തേക്ക് വരുന്ന നെർവുകളെ നമ്മൾ 1 മുതൽ 12 വരെ നമ്പർ ചെയ്തിട്ടുണ്ട്, നാഡികളെ. അതിൽ ഫസ്റ്റ് നാഡിയാണ് ഓൾഫാക്ടറി നെർവ് അഥവാ ഘ്രാണനാഡി എന്ന് പറയും. അതായത് മണത്തിന് നമുക്ക് മണക്കാൻ പറ്റുന്ന ആ നാഡിയുണ്ട്. അപ്പം ആ നാഡി ഇവിടെ വന്നിരിക്കുന്ന ആ ഓർഗനുണ്ട്. ആ ഓർഗനിൽ ഹിഡിയോൺ പോയി ഹിറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഫിറോമോൺസ് എന്ന് പറഞ്ഞൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കും. ഈ ഫിറോമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓപ്പോസിറ്റ് സെക്സ്, ഇപ്പം മെയിലാണെങ്കിൽ ഫീമെയിൽസിൽ, ഫീമെയിലാണെങ്കിൽ മെയിൽസിൽ ഈ ഫിറോമോൺ അട്രാക്ഷൻ ഉണ്ടാക്കും. സോ ഞാൻ ഈ പെർഫ്യൂമിൽ അങ്ങനെ ഒരു ഗുണം കണ്ടിട്ടുണ്ട്. അതായത് ഗുണമാണോ ദോഷമാണോ എന്ന് എനിക്കറിയത്തില്ല. ഓപ്പോസിറ്റ് സെക്സിന് നമ്മളോട് ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ ഈ പെർഫ്യൂം ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ പോകാൻ വരട്ടെ. ഈ സാഫ്രോണും ജാസ്മിനും കൂടി ഒരു കോംപ്ലക്സ് സ്മെല്ലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കോംപ്ലക്സ് സ്മെല്ലിൽപ്പെട്ട കാരണം നമ്മുടെ ബ്രെയിന് 2 തരത്തിലുള്ള ഒരു ഇമ്പൾസ് ഒരേ സമയം കൊടുക്കുക. അപ്പം ചിലരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജാസ്മിൻ സ്മെല്ലെടുക്കും കൂടുതലായിട്ട്. ഈ ജാസ്മിൻ സ്മെല്ല് ആരെങ്കിലും കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കിത് ഭയങ്കര അടിപൊളി ഫ്രാഗ്രൻസ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. ഇനി അഥവാ സാഫ്രോൺ സ്മെല്ലാണ് കൂടുതലായിട്ട് എടുക്കുക എന്ന് വിചാരിച്ചു, അവരപ്പോഴേ ചോദിച്ചിരിക്കും ഇതെന്താണ് ഈ വെടക്ക് മണമെന്ന്. അപ്പം 10 പേരെ എടുത്താൽ 9 പേർക്ക് ഈ സാധനം ഇഷ്ടപ്പെടും. 9 പേര് നിങ്ങളെ പ്രശംസിച്ച് കൊല്ലും, നിങ്ങളെ പുറകെ വന്ന് പൊതിഞ്ഞ് നിൽക്കും. 10ാമത്തെ ആൾ നിങ്ങളെ അടുത്തോട്ട് പോലും അടുപ്പിക്കുകയില്ല. അപ്പം ലക്കൊരു വലിയ ഫാക്ടറാണ്. നിങ്ങൾ ആരുടെ അടുത്താണോ ഇത് അടിച്ചിട്ട് പോകുന്നത് അവർക്ക് ഇത് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇത് 100% ഒരിക്കലും ഗ്യാരണ്ടി അല്ല. എക്സ്പെൻസീവ് ഫ്രാഗ്രൻസ് ആണ്, ഭയങ്കര എക്സ്പെൻസീവാണ്. ഞാൻ ആരോടും വാങ്ങിക്കാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഡീക്കൻ ബോട്ടിൽസ് അവൈലബിൾ ആണോ എന്ന് തോന്നുന്നില്ല. അഥവാ അവൈലബിൾ ആണെങ്കിൽ തന്നെ ഡ്യൂപ്സ് കയറ്റി വിൽക്കുന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ ഡ്യൂപ്പുകൾ ഉണ്ടായിരിക്കുന്നത്രയും ലോകത്തൊരു പെർഫ്യൂമിനും ഡ്യൂപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അത്രയ്ക്ക് ഡ്യൂപ്പുണ്ട് ഇതിൻ്റെ പേരിൽ. നമ്മുടെ ലത്താഫയുടെ അനാബിയ ദുറൂഷ്, അർമാഫിൻ്റെ ആണെങ്കിൽ അർമാഫിൻ്റെ ഏതായിരുന്നു, ക്ലബ് ഡി ന്യൂയിലെ അൺടോൾഡോ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞൊരു സാധനത്തിനകത്തുണ്ട്. നമ്മുടെ അൽ ഹർമൈൻ്റെ ആണ് അംബറൂദ് റൂബി എഡിഷൻ. അത് ഇച്ചിരി സ്റ്റാൻഡേർഡ് ക്ലോൺ ആട്ടോ അതിൻ്റെ, അൽ ഹർമൈൻ അംബറൂദ് റൂബി എഡിഷൻ. പിന്നെ ആണെങ്കിൽ അസംഖ്യം ക്ലോണുകൾ. പിന്നെ തോമസ് കൊസ്മെലയുടെ ഏപ്രിൽ ആർമർ നമ്പർ 4, അത് ബക്കറ റൂഷിൻ്റെ ക്ലോണാണ്. പക്ഷേ
ഇതിനോട് കിടപിടിക്കുന്ന ഒരു ക്ലോൺ ഞാൻ കണ്ടിട്ടുള്ളത് ആകെ അത് മാത്രമാണ്. അത് ഒരു അസാമാന്യ ക്രിയേഷനാണ് കേട്ടോ. ഈ തോമസ് കൊശമല എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ഓർത്ത് മലയാളിയാണ് ഈ തോമസ് കൊശമല. പക്ഷേങ്കിൽ അങ്ങേര് ഈ ആപ്പിൾ ചാമ്പർ എന്ന് പറഞ്ഞാൽ അത് ഞാൻ അടുത്ത ദിവസം റിവ്യൂ ചെയ്യാൻ എൻ്റെ കയ്യിലുണ്ട്. അതാണ് ഇതിനോട് ഇച്ചിരിയെങ്കിലും കിടപിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പെർഫോമൻസ് വേണമെങ്കിൽ അത് വാങ്ങിച്ച് ഉപയോഗിച്ചാലും മതി. അതിനൊരു 10,000 രൂപയാവും. ഇതിന് 30,000 രൂപ വിലയുള്ള പെർഫ്യൂമാണ് കേട്ടോ. അപ്പോൾ അത് നോക്കി വേണം നിങ്ങൾ വാങ്ങിക്കാനായിട്ട്. ബക്കറട്ട് റൂഷ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരു 6-8 മണിക്കൂറൊക്കെ നിൽക്കും. തണുപ്പുള്ള സമയത്ത് കുറച്ചുകൂടെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യും. ഓൾ ഇയർ റൗണ്ടാണ്, അതായത് ഏത് സമയത്ത് നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ഇതിനകത്തൊന്നുമില്ല. ഭയങ്കര ലൈറ്റ് ജാസ്മിൻ സ്മെല്ല് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇതിനകത്തുനിന്ന്. കൂടെയുള്ള ആ ഒരു വുഡിനെസ് ഉണ്ട്. അണ്ടർ ടോണും കൂടെ ഒരു ഇച്ചിരി ഡെപ്തും കൂടി ഈ ഫ്രാഗ്രൻസിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഇതിനകത്ത് ഷുഗർ ഒരു നോട്ടാണ്, ബേസ് നോട്ടാണ് ഷുഗർ. ഭയങ്കര സ്വീറ്റാണ്. അപ്പം ഭയങ്കരമായിട്ട് അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നൊരു ഫ്രാഗ്രൻസാണ്. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യമാണ്. ഫ്രാൻസിസ് കുർക്ക് ഡിജാൻ എന്ന് പറഞ്ഞ ഡിസൈനറെ പറ്റി പറയാം. അങ്ങേരാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. അങ്ങേരിപ്പം ഡിയോർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഇൻ ഹൗസ് പെർഫ്യൂമറാണ്. അപ്പം ഫ്രാൻസിസ് കുർക്ക് ഡിജാൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസുകൾ: 1 ഇത് ബക്കറട്ട് റൂഷ്, 2 ഊദ് സാറ്റിൻ മൂഡ്, 3 ഗ്രാൻഡ് സോവർ. എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പയ്യെ റിവ്യൂ ചെയ്യാം ഓരോന്നായിട്ട്. പിന്നെ ഞാൻ ഇനിയിപ്പം അങ്ങനെ 1-2 അക്വ ഫ്രാഗ്രൻസസ് ഉണ്ട്. അത് പതിയെ എപ്പോഴെങ്കിലുമൊക്കെ പൈസ ഉണ്ടാകുമ്പോൾ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിപ്പുണ്ട്. അപ്പോൾ അത്രയും സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഫ്രാൻസിസ് കുർക്ക് ഡിജാൻ്റെ ഒരുപാട് ഫ്രാഗ്രൻസസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ജോൺ പോൾ ഗുൽച്ചറിൻ്റെ ലമയിൽ പുള്ളി 1990കളിൽ ഉണ്ടാക്കിവിട്ട ഫ്രാഗ്രൻസ്, അത് ഭയങ്കര ഹിറ്റായിരുന്നു. ഈ ഫ്രാൻസിസ് കുർക്ക് ഡിജാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജീവിച്ചിരിക്കുന്നതിൽ വെച്ചിട്ട് അതിഭയങ്കരമായ പെർഫ്യൂമേഴ്സിൽ ഒരാളാണ്. ഭയങ്കര വലിയ പെർഫ്യൂമറാണ് അങ്ങേര്. അത്രയ്ക്കും ഐക്കോണിക് പെർഫ്യൂമറാണ്. നമ്മുടെ ഈ ഇപ്പം സിനിമ ഇൻഡസ്ട്രിയിൽ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ടോം ക്രൂയിസ്, ലിയനാർഡോ ഡികാപ്രിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഷാരൂഖ് ഖാൻ, നമ്മുടെ മലയാളത്തിലെ മമ്മൂട്ടി, മോഹൻലാൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐക്കൺസ് ഉണ്ടല്ലോ. അതായത് അവരുടെ ആ താരശോഭ, അവർ ഫിനോമിനൻസാണ്, അതായത് പ്രസ്ഥാനങ്ങളാണ്. അവരെ ഫോളോ ചെയ്യുകയാണ് ബാക്കിയുള്ളവർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലുള്ള ആളുകളാണ് ഈ പെർഫ്യൂമറിയിൽ ഫ്രാൻസിസ് കുർക്ക് ഡിജാൻ, ജാക്ക് പോൾഷ്, ഡൊമിനിക് റോപ്പിയോൺ, അങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ അതിനകത്ത് ഒരു ഭയങ്കര അധികായനാണ് ഈ ഫ്രാൻസിസ് കുർക്ക് ഡിജാൻ, അങ്ങേരുടെ ഫ്രാഗ്രൻസ് ആയത്. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ പിന്നീട് ഞാൻ കമ്പയർ ചെയ്ത് കുറേ ക്ലോൺസും കൂടെ പരിചയപ്പെടുത്തി തരാം. എല്ലാവർക്കും ഇത് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല, നല്ല ക്ലോൺസ് ഉണ്ട്, ഞാനത് പിന്നീട് പരിചയപ്പെടുത്താം. അപ്പം എഡിറ്റിംഗ് ഒക്കെ കുറച്ചുകൂടെ ഒന്ന് നന്നാക്കുന്നതായിരിക്കും ഞാൻ വീഡിയോസിൽ. എനിക്കറിയാം വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലെന്ന്. ഞാനൊരല്പം തിരക്കായി പോയതുകൊണ്ട് ആൾക്കാർ സദയം ക്ഷമിക്കുക കേട്ടോ. ഞാൻ നല്ല വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ആൾക്കാർ കാണുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ കണ്ട് നിങ്ങളുടെ ആ വലിയ പ്രോത്സാഹനത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എന്നെ കാണുന്നതിനും കേൾക്കുന്നതിനും എല്ലാം ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും ഒരു ദിവസം കൂടെ കാണാം കേട്ടോ, മറ്റൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ ശരി, താങ്ക് യു, ബൈ.